ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ നിങ്ങളെ മുന്നിലേക്ക് വരുന്നത് ഒരു പ്രത്യേക രീതിയിൽ നമ്മൾ ഉള്ളിവട റെഡിയാക്കുന്നുണ്ട്. അതിന് വേണ്ടിയിട്ട് 2 വലിയ സവാള എടുത്തിട്ടുണ്ട്. പിന്നെ കറിവേപ്പില, പച്ചമുളക്, ഇഞ്ചി, കടലപ്പൊടി, കുറച്ച് അരിപ്പൊടിയും കൂടി ചേർക്കാൻ ഒന്ന് ക്രിസ്പി ആയിട്ട് കിട്ടാൻ. പിന്നെ മല്ലിയില. ഇത്രയും സാധനങ്ങളാണ്. അപ്പോൾ ഇതുവരെ എല്ലാവരും ഇങ്ങനെ ഉണ്ടാക്കി കഴിച്ചിനോന്നറിയില്ല. ഭയങ്കര ടേസ്റ്റാണ്. അപ്പോൾ അത് നിങ്ങൾക്കും കൂടി കാണിച്ചു തരാമെന്ന് വിചാരിച്ച്. അപ്പോൾ നമുക്ക് വേഗം വീഡിയോയിലോട്ട് പോകാം. ഈ സവാള എല്ലാം നമ്മൾ വാട്ടിയിട്ടാണ് ആക്കുന്നത്. എല്ലാവരും പച്ചയല്ലേ ഉള്ളിവട ഉണ്ടാക്കുക, ഇത് പച്ചയല്ല. നമ്മൾ പാൻ അടുപ്പത്ത് വെച്ച് നമ്മളെ സവാളേനെ ഒന്ന് വാട്ടുന്നുണ്ട്. അതാണ് പരിപാടി. എന്നിട്ടാണ് ഉള്ളിവട ഉണ്ടാക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ അതിലേക്ക് വേണ്ടുന്ന സാധനങ്ങളെല്ലാം നമുക്ക് എടുക്കാം. അപ്പോൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു ആ ഉള്ളീനെ നമുക്ക് വാട്ടിയെടുക്കണം. എന്നിട്ടാണ് ഞാൻ ആക്കാൻ പോകുന്നത്. അപ്പോൾ അതിന് രുചി ഭയങ്കര രുചിയായിരിക്കും. അപ്പോൾ ഈ സവാളേനെ നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. എന്നിട്ടൊന്ന് ഞെരടിയിട്ട് നമുക്കതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ വേഗത്തിൽ വാടി കിട്ടുമല്ലോ സവാള. ഇതാണ് പരിപാടി. ഇങ്ങനെ കഴിച്ചിട്ടുള്ളവർ പറയണേ ഇങ്ങനെ കഴിച്ചിട്ടുണ്ടെന്ന്. ഇങ്ങനെ ഉണ്ടാക്കി കഴിച്ചിട്ടുണ്ടെന്ന് പറയണം, ആരെങ്കിലും കഴിച്ചിട്ടുണ്ടെങ്കിൽ. എൻ്റെ വീഡിയോ കാണുന്നവർ ആരെങ്കിലും കഴിച്ചിട്ടുണ്ടെങ്കിൽ പറയണം. അപ്പോൾ ഇതാ വെളിച്ചെണ്ണ കാഞ്ഞിട്ടുണ്ട്. ഞാനിതിലേക്ക് സവാള ഇട്ട് കൊടുക്കുന്നുണ്ട്. നല്ലോണം ഇളക്കി കൊടുക്കാം. സവാളേനെ ഇളക്കി കൊടുക്കട്ടെ. ഇനി നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് പച്ചമുളകും കറിവേപ്പിലയും ഇട്ട് കൊടുക്കണം. അപ്പോൾ അതും ഇതിൻ്റെ അകത്ത് വാടും. ഇതിൻ്റെ എല്ലാം നല്ല മണം ഉണ്ടാവും. സവാള വാടിയ കറിവേപ്പില, പച്ചമുളക്, ഇഞ്ചി. അപ്പോൾ ഉള്ളി വേഗം വാടി കിട്ടും. എന്നിട്ട് അത് തണിഞ്ഞതിൻ്റെ ശേഷമാണ് നമുക്ക് ഈ കടലപ്പൊടിയെല്ലാം ചേർത്തിട്ട് കുഴച്ചെടുക്കേണ്ടത്. അപ്പോൾ ഇനി നമുക്കിനി മഞ്ഞൾപ്പൊടി, മുളക് പൊടി ഇതെല്ലാം ഇട്ട് കൊടുക്കാം. കുറച്ച് മഞ്ഞൾപ്പൊടി ഇടുന്നുണ്ട്. ഇനി കുറച്ച് മുളക് പൊടി. മുളക് പൊടി ഇട്ടു. ഇനി കുറച്ച് നമുക്ക് ടേസ്റ്റ് കൂട്ടാനുള്ള ഒരു സാധനം കൂടി ഇടാം. എന്താണെന്ന് വെച്ചാൽ കുറച്ച് മസാലപ്പൊടി. ഇതെല്ലാം കൂടിയാണ് ഇതിൻ്റെ രുചി കൂട്ടുന്നത് ഗൈസ്. അപ്പം അത് എന്നിട്ട് നല്ലോണം നമുക്ക് ഇളക്കിയെടുക്കാം. ഒന്ന് വാടി വരികയുണ്ട്. കരിക്കറി ഉള്ളി കരിഞ്ഞു കഴിഞ്ഞാൽ ടേസ്റ്റേ മാറിപ്പോവും. ഇതെല്ലാം കൂടി ഇതിൻ്റെ അകത്തുനിന്ന് നല്ലോണം വഴന്ന് വരിക. അതാണ് പരിപാടി. എന്നിട്ട് തണിഞ്ഞതിൻ്റെ ശേഷമാണ് ഈ പൊടിയെല്ലാം കൂട്ടി നമുക്ക് കുഴച്ച് റെഡിയാക്കി എടുക്കേണ്ടത്. അപ്പോൾ ഇത് വാടിയിട്ട് നമുക്ക് കാണാം. ഇപ്പോൾ ഗൈസ് ഞാൻ തീ ഓഫാക്കുന്നു. തീ ഓഫാക്കി തണിയാൻ വേണ്ടിയിട്ട് ഒരു പ്ലേറ്റിലേക്ക് ഇട്ട് കൊടുക്കട്ടെ. അപ്പോൾ ഈ തണിഞ്ഞതിൻ്റെ ശേഷം നമുക്ക് എടുത്തിട്ട് കുഴച്ചിട്ട് കാണാം. വേഗം തന്നെ തണിയട്ടെ.
അപ്പോൾ ഇതാ ഉള്ളിയെല്ലാം തണിഞ്ഞിട്ടുണ്ട്. ഇനി ഞാൻ നമ്മളെ കടലപ്പൊടീനെ എടുത്തിട്ട് കൊടുക്കട്ടെ. കുറേശ്ശെ നമുക്ക് ഇട്ടിട്ട് എത്രയാണോ വേണ്ടതെന്ന് വിചാരിച്ചാൽ എടുക്കാം. ഇതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് അരിപ്പൊടിയും കൂടി ഇടുന്നുണ്ട്, ഒന്ന് ക്രിസ്പി ആയിട്ട് കിട്ടാനാണ്. കുറച്ച് മാത്രം ഇടുന്നുണ്ട്. പിന്നെ നമ്മളെ മല്ലിയില ഇട്ട് കൊടുക്കട്ടെ. മല്ലിയില ഞാൻ അതിൻ്റെ കൂട്ടത്തിൽ വാട്ടിയിട്ടില്ല, ഇത് വേറെ തന്നെ ഇടുക ഇതിന്. അപ്പം എല്ലാം കൂടി ഞാനൊന്ന് കൂട്ടി കുഴക്കട്ടെ. അപ്പോൾ ആവശ്യമാണെങ്കിൽ നമുക്ക് കുറച്ച് വെള്ളം കുടഞ്ഞു കൊടുക്കണം, ഒന്നിത് കുഴച്ച് റെഡിയാക്കി എടുക്കാൻ. ലാസ്റ്റ് ഞാൻ കയ്യിനെ കൊണ്ട് നല്ല വൃത്തിയിൽ കുഴച്ചെടുക്കാം. ആദ്യം ഒന്ന് സ്പൂണിനെ കൊണ്ട് മിക്സ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇതെല്ലാം ഞാൻ കൂട്ടി കുഴച്ചിട്ട് കാണിച്ചു തരാം. ഒരുപാട് ലെങ്തായി പോണ്ട. ഇതാ കടലപ്പൊടിയെല്ലാം ഇട്ടിട്ടുണ്ട്. ഞാൻ ഇതാ കയ്യിനെ കൊണ്ടാണ് നെറ്റി കുഴക്കുന്നത്. കുറച്ച് വെള്ളം കുടയുന്നുണ്ട്. ഉപ്പെല്ലാം ഉണ്ടോ നോക്കട്ടെ, ഇല്ലെങ്കിൽ നമുക്ക് കുറച്ച് ഉപ്പിട്ട് വെക്കണം. ഇത് ലേശം ഉപ്പ് കുറവാണ്, ലേശം ഇടട്ടെ. അപ്പം റെഡിയായി. ഇനി നമുക്ക് വറുത്ത് കോരാം. അപ്പോൾ ഇതാ ഗൈസ്, വെളിച്ചെണ്ണ കാഞ്ഞിട്ടുണ്ട്. ഞാൻ ഓരോ ഉള്ളി വടിയായിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കട്ടെ. ഉള്ളി നല്ലോണം വെന്തതാണല്ലോ, അപ്പോൾ അധികം വേവ് ഉണ്ടാവില്ല. ഒന്ന് തിരിച്ച് മറിച്ച് വിട്ട് കഴിയുമ്പോഴത്തേക്ക് ഉള്ളിവട റെഡിയാവും. അപ്പോൾ അതിൽ തിരിച്ചിടാം. അപ്പോൾ ഓരോന്നോരോന്നായിട്ട് തിരിച്ചിട്ട് കൊടുക്കട്ടെ. തിരിച്ചിടുമോ തീ കുറച്ച് വെച്ചിട്ടാണ് ഉള്ളത്. അപ്പോൾ ഓക്കെ. അപ്പോൾ ഇനി അത് വാങ്ങിയിട്ട് കാണാം. അപ്പോൾ വാങ്ങട്ടെ. അപ്പോൾ ഇതാ ഗൈസ് എല്ലായി, ഞാൻ തീ ഓഫാക്കിയ. അപ്പോൾ ഇത് വാങ്ങട്ടെ. കണ്ടല്ലോ, ഇതാ. അപ്പോൾ ഇതെല്ലാം ഞാൻ കാണിച്ചു തരാം.
അപ്പോൾ ഇതാ ഗൈസ് നമ്മളെ സ്പെഷ്യൽ ഉള്ളിവട ഇതാ ഇവിടെ റെഡി ആയിട്ടുണ്ട്. കണ്ടല്ലോ, എല്ലാവരും ഇങ്ങനെ ഉണ്ടാക്കി നോക്ക്. നല്ല അടിപൊളി ഉള്ളിവടയാണ്. അപ്പോൾ വീണ്ടും അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം. ബൈ.